ഓക്കെ ഭയങ്കര സ്റ്റീപ്പാണ്. സോ വി ആർ ഗോയിങ് ഡൗൺ. അത് കേട്ടോ ഇവിടെ വെച്ച് കൊണ്ടെടുക്കാം. അത് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയുടെ ഹൃദയമായ ബാലിയിൽ ന്യൂസാ പെനഡ ദ്വീപിലെ ഏറ്റവും ആകർഷണീയമായ സ്ഥലം കലിംഗിൻ ബീച്ചിലേക്കുള്ള ഈ ട്രക്കിംഗ്. ടിറക്സ് ഡൈനോസറിൻ്റെ ബാക്ക് ബോണിന് സമാനമായ ഈ ബീച്ചിലേക്കുള്ള യാത്ര വളരെ സാഹസികമാകും എന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വീക്ഷണങ്ങളിൽ ഒന്നാകുമെന്നും ഉറപ്പുണ്ട്. ഒപ്പം വേണം ഒരുപാട് ബോൾട്ട് ഊർജവും. ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. ഞങ്ങൾ താഴത്തേക്ക് പോണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം അവിടെ ആരുമില്ല. ഇതിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് പൊക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു. ആൾക്കാരൊക്കെ പകുതി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പോകണം. അവിടെ വരെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും വരുന്നില്ല. ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല, ഒരു നല്ല സ്പീഡിൽ ട്രക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ 20-25 മിനിറ്റ് കൊണ്ട് എത്തും. പിന്നെ അയാൾ പറഞ്ഞു പതുക്കെ വന്നാൽ മതി, വഴുക്കും, അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അയാൾക്കറിയാം ഞങ്ങൾ താഴത്ത് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. താഴെ പോകാൻ ഒരാളെ കിട്ടി. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് പ്ലേസ്. സോ വി തോട്ട് ഓഫ് ടേക്കിംഗ് ദാറ്റ് റിസ്ക് ബിക്കോസ് ഇറ്റ്സ് വർത്ത്. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായി ഇത് ഒരു സാധാരണ ട്രക്കല്ല എന്ന്. 500-ലധികം കോൺക്രീറ്റ് പടികൾ, ചെരിഞ്ഞ പാത, ചിലയിടങ്ങളിൽ ഹാൻഡ് റെയിൽ പോലുമില്ല. പക്ഷേ ചുറ്റുമുള്ള വിസ്മയങ്ങൾ ക്ഷീണം മറക്കാൻ സഹായിക്കും. താഴേക്കിറങ്ങും തോറും ടെർക്കോയിസ് സമുദ്രവും മുകളിൽ നിന്ന് കാണാതിരുന്ന രഹസ്യ ബീച്ചും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ക്ലിങ്കിങ് ബീച്ച്. അതെ, അറിയില്ല, ആലോചിക്കുമ്പോൾ പേടിയാണോ? ആ കുട്ടി ഇറങ്ങിയില്ലേ? ഞങ്ങളങ്ങനെ എവിടെ ക്ലിങ്കിങ് ബീച്ച്. അയ്യോ, ഇവിടെ താഴത്ത് എത്തി ഓൾമോസ്റ്റ്. പിന്നെ കൊതു പിടിച്ചതാണ്. അയ്യോ അയ്യാതി. So now we have to up around maybe 1 or 2 kilometers, but it's very steep. 1 kilometer ഒക്കെ ഉണ്ട് ഡിസ്റ്റൻസ് വൈസ്. സ്റ്റീപ്പ് ആയതിന്റെ ബുദ്ധിമുട്ടാ. See this blue. അതെ, എന്താ ഭംഗി നോക്ക് വെള്ളത്തിന്റെ. ഇത് ഇറങ്ങിയില്ലെങ്കിൽ വർത്തായില്ല അല്ലേ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ഡ്രൈവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അവരെന്നും 2 നേരം ഭഗവാന് ഇതേപോലെ കൊണ്ടുപോകും. ചന്ദനത്തിരി, പഴം, കുറച്ച് അരി, കുറച്ച് ചോറ്, അരിയല്ല ചോറ്, പിന്നെ കുറച്ച് പൂക്കൾ. ഇവിടുത്തെ ഫേമസ് ഏതൊക്കെ പൂക്കൾ തോന്നുന്നു, തെച്ചിയെ തോന്നുന്നു, തെച്ചിയുണ്ട്, പിന്നെ മറ്റേ വെള്ള കളർ പോലെ തന്നെ ഉണ്ടോ, എല്ലാവരും അതിന് ചെയ്യണത്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് അവരവരുടെ വീടിൻ്റെ മുന്നിലും കടകളുടെ മുന്നിലൊക്കെ വയ്ക്കുന്നത്. എല്ലാ ആചാരങ്ങളും ഇവിടെ. കഴിഞ്ഞോ? ഇവിടെ താഴത്തെത്തിയപ്പോൾ എന്തോ അവിടെ ചടങ്ങ് നടക്കുന്നുണ്ട്.
God? Money. God. Ceremony. What ceremony? Ceremony. Of what? Vishnu? Yeah. Vishnu, Shiva, Vishnu Shiva, yes. Brahma. Yeah, Brahma. Vishnu Shiva, Brahma, yes. അറിയില്ലേ? ഇന്ന് ബാലിയിലെ കെലിംഗിങ് ബീച്ചിൽ തുമ്പെക് കണ്ടാങ് ആചാരത്തിൻ്റെ ഭാഗമായി താറാവുകളെ സമുദ്രത്തിലേക്ക് വിടുന്ന ഒരു ആകർഷണീയമായ ചടങ്ങ് കാണാൻ സാധിക്കും. ഇത് ജീവികളോടുള്ള ആദരവും പ്രകൃതിയോടുള്ള ഐക്യവും സൂചിപ്പിക്കുന്നു. ബാലിയിലെ ഹിന്ദുക്കൾ ജീവികളെ ദൈവികമായി കാണുന്ന ഒരു ആചാരമാണിത്. പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളായ പശു, കോഴി, താറാവ് എന്നിവയെ ആദരിക്കുന്നു. തുമ്പെക് കണ്ടാങ്ങിൽ കണ്ടാങ് എന്ന വാക്കിനർത്ഥം കുട്ടികൾ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ എന്നാണ്. ബാലിനീസ് പഞ്ചാംഗമായ പൗക്വൻ പ്രകാരം ഓരോ 210 ദിവസത്തിലുമൊരിക്കൽ ഏകദേശം 6 മാസത്തിലൊരിക്കൽ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ചടങ്ങ് കാണാൻ വളരെയധികം ഭാഗ്യമുണ്ടായി. ഈ ചടങ്ങിൽ പശുക്കൾ, താറാവുകൾ, ഇവിടെ താറാവാണ്, ഈ താറാവുകളുടെ തലയിൽ പൂമാലയും തിരുവുറിയും ഒക്കെ ചാർത്തുന്നു. അത് കഴിഞ്ഞ് മൃഗങ്ങൾക്ക്, അതായത് താറാവിന് ഇവിടെ വിശേഷ ഭക്ഷണം, ഫലങ്ങൾ, പച്ചക്കറികൾ, പായസം എന്നിവ നൽകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് സമുദ്രത്തിലേക്ക് ഈ താറാവുകളെ പതുക്കെ ഒഴുക്കി വിടുന്നു. ഇത് സമുദ്രദേവനായ വരുണനെ സന്തുഷ്ടനാക്കാനുള്ള ഒരു കാര്യമാണ്. ഈ സമയം പുരോഹിതർ മന്ത്രം ജപിച്ച് മൃഗങ്ങളുടെ ആരോഗ്യവും സമൃദ്ധിയും അഭ്യർത്ഥിക്കുന്നു. But today morning and now evening also Hindu ones. What is the specialty you ask? ഇവരുടെ ഈ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന അങ്ങനെ ഒരുപാട് നേരം നീണ്ടുനിന്നു. ഹിന്ദു മതപ്രകാരം നമ്മുടെ ഇടയിലുള്ള പോലെ ഇരുകൈകളും കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഓരോ സമയം പ്രാർത്ഥന കഴിയുമ്പോഴും അവർ അവരുടെ കയ്യിലുള്ള പൂവ് തലയിലും ചെവിയിലും ചൂടി. ഞങ്ങളും ഈ പ്രാർത്ഥനയിൽ അവരോടൊപ്പം പങ്കുചേർന്നു. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഞങ്ങൾ മാത്രമുള്ള ഈ ബീച്ചിൽ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്തു. വിരലിലെണ്ണാവുന്ന വളരെ ചുരുക്കം സഞ്ചാരികൾ മാത്രമേ ഈ ബീച്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാലിയിലെ മഴക്കാലമായതുകൊണ്ടും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തുടരെ നല്ല മഴ പെയ്യുന്നതുകൊണ്ടും ഇവിടെ കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഇവിടെ പൂജയ്ക്ക് വന്ന ഗ്രാമവാസികളെയും ആ പുരോഹിതനെയും ഇവിടെ തൂങ്ങിക്കിടന്നിരുന്ന ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. ബൈ. നമ്മളെ കൊണ്ടുപോ. ധന്യവാദ്.
താങ്ക് യു. ബൈ. ഞങ്ങൾക്ക് അവർ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രസാദം തന്നു. ഓക്കെ, വി വർ ഹംഗ്രി ആക്ച്വലി. സോ വരുണദേവൻ ഈസ് പ്രൊവൈഡഡ് ദിസ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഏതാ ലിങ്കിങ് ബീച്ച്. ആക്ച്വലി അതിന്റെ മുകളിൽ നമ്മൾ കാണാറുള്ളത്. ഞങ്ങൾ അതിന്റെ അടിയിലേക്ക് താഴത്തേക്ക് വന്നു ഫുൾ ട്രെക്ക് ചെയ്തിട്ട്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ എടുക്കില്ലേ നമുക്ക് അവിടെ മുകളിലെത്താൻ? ചിലപ്പോ 2 മണിക്കൂർ എടുക്കുന്നുണ്ടാവും, നോക്കാം എന്തായാലും. അപ്പൊ ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. അതിന് മുന്നേ വൈൻഡ് അപ്പ് ചെയ്യണം. വൈൻഡ് ചെയ്യാട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് അപ്പൊ നീ എത്ര നേരം എടുക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറങ്ങാൻ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തുള്ളൂ. ഞങ്ങൾ അരമണിക്കൂർ 25 മിനിറ്റ് കൊണ്ട് എത്തി. സമയത്ത് ഇപ്പം നോക്കാം, അത് കഴിഞ്ഞ നോക്കാം. ഓക്കെ ഓക്കെ then bye. അപ്പൊ ബൈ ക്ലിങ്കിങ് ബീച്ച്. Bye. We had a very fun time. മഴ New experience also. അതെ, ഇത്രയും കാണിച്ചത് എങ്ങനെയാ കറച്ചുടങ്ങി കണ്ടിട്ട് ആലോചിച്ചിട്ട് തന്നെ. ആറ്റ് മോളിതേ കാണാണ്ടോ ആ സാധനം കയറി അവിടെ എത്തണം. എൻ്റെ അമ്മേ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവണു. Bye. See you. അപ്പൊ ഞാൻ ഫോണൊക്കെ അകത്തേക്ക് വെക്കാൻ പോവാണ്. അവിടെ എത്തിയിട്ട് മുകളിലെത്തി സേഫായി എത്തിയിട്ട് വീഡിയോ എടുക്കാം. Yes. Bye. Okay, see you. ഓൾമോസ്റ്റ് എത്താറായി. എൻ്റെ കുറച്ച് മുന്നേ എൻ്റെ ഇത് പോയി, എന്താ പറയുക, കണ്ണട. സോ അതാ കിടക്കുന്നു ഒറ്റയ്ക്കായിട്ട്, എടുക്കാനൊരു വഴിയില്ല. യെസ്. എന്താ ഭംഗി അല്ലെ, മോളിക്ക് കയറുന്നോറും നീല കളർ കൂടി ആ, കാണുന്നു. അതെ, വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈക്കിംഗ് ട്രക്കിംഗ് ആണ്. കയറൂ. കേദാർനാഥ്. കേദാർനാഥ് എന്ന് ഞാൻ പറഞ്ഞേ. വെറുതെ നടന്നു പരിപ്പളം. ഇത്ര കുത്തനല്ലോ. ഒന്നുകൂടി വൈഡാണ് അത്ര. അത് 19 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് മഴ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്ര കുറച്ച് പേർക്കണേ. അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായല്ലേ. എന്തായാലും worth it. ബാലിയിൽ മഴയത്ത് വന്നിട്ട് എന്തെങ്കിലും കാണാൻ പറ്റും വൃത്തിയിൽ. പക്ഷേ സജഷൻ ഉള്ളത് വർക്കൗട്ട് ചെയ്ത് കുറച്ച് ബോഡി സെറ്റ് ആയിട്ട് വരുമെന്നാണ്. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അത് ട്രക്കിങ്ങിന് പോയി ശീലമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെയും പറ്റും. പിന്നെ രാവിലെ ആകെ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് വിശക്കുണ്ട് ഭയങ്കരമായിട്ട്. വെജ് ഫുഡ് കുറച്ച് സീൻ അവിടെ. സോ എന്തെങ്കിലും പ്രോട്ടീൻ പോലത്തെ എന്തെങ്കിലും പ്രോട്ടീൻ ബാർ കഴിക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ എന്തായാലും എത്താറായി. ഞങ്ങൾ മുകളിൽ എത്തി ഓൾമോസ്റ്റ്. ഒരു ഹാർഡ്ലി 200 മീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അത്ര ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് എത്തി. കുന്നിൻ്റെ മുകൾ ഭാഗം കാണുന്നുണ്ട്. പിന്നെ സ്റ്റെപ്സാ. എന്തായാലും ഞങ്ങളുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശരി എന്നാ, സീ യു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിവിടെ എത്തി ഗൈസ്, മുകളിലെത്തി. മേജർ അതെ, ഇവിടുന്ന് തൊട്ടാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്. എനിക്ക് നോർമൽ സ്റ്റെപ്സ് ഒക്കെയാണ്. ഹൗ ഡു യു ഫീൽ? ഹംഗ്രി. ശരിക്കും ഭയങ്കര വിശപ്പായി. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ്. സോറി, കൈ നല്ല അടിപൊളി വ്യൂ ആ ബീച്ച്. ഫോൺ പിന്നെ എടുത്ത് വയ്ക്കാൻ പോവാണ്. നീ വഴി കാണിച്ചു തരാം. എന്തായാലും ഇങ്ങനെയാ. ഇനിയിപ്പോൾ നോർമൽ സ്റ്റെപ്സാ. ഐ മീൻ സ്റ്റീപ്പോ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. 2 പേർക്ക് 3 പേർക്ക്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലേക്ക് എത്തി. ഒരാൾ ഡ്രൈവറുണ്ട്, കുറച്ചായിരുന്നു അയ്യോ അപ്പോൾ എന്തായാലും ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോകാം അല്ലേ.
ഞങ്ങൾ ലഞ്ചിന് പോവാണ്. സീ യു ഗൈസ്.